ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രാചീന ദക്ഷിണേന്ത്യൻ സമൂഹവും അതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തിണൈ കോൺസെപ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ചുമാണ്. ഓക്കെ, പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യയെ മൊത്തത്തിൽ തമിഴകം എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തമിഴകത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇവയായിരുന്നു പ്രാചീന തമിഴകം എന്ന് പറയുന്നത്. ഈ തമിഴകത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതയെ അടിസ്ഥാനമാക്കിയിട്ട് 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് തിണൈകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് പ്രാചീന തമിഴകത്തെ ഭൂമിശാസ്ത്രമായിട്ടുള്ള പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിഭജനം, അതിനെയാണ് തിണൈകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും 5 ഭൂമിശാസ്ത്ര മേഖലകളാണുള്ളത്. അവയെ ഐന്തിണൈകൾ എന്നാണ് വിളിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ, ഇവയാണ് ഐന്തിണകൾ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ. ഭൂമിശാസ്ത്രപരമാക്കിയിട്ട് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ തമിഴകത്തെ 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവയെയാണ് തിണൈകൾ എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തും ആ ഒരു പരിതസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഉപജീവന മാർഗം നിലനിന്നിരുന്നത്. ഈ പറയുന്ന ഐന്തിണൈകളിൽ ആദ്യത്തെ ഭൂമിശാസ്ത്ര മേഖല എന്ന് പറയുന്നത് കുറിഞ്ചിയാണ്. ഇവ കുന്നുകളും ചെരിവുകളുമുള്ള വനമേഖലയാണ്. വേട്ടയാടലും ഭക്ഷ്യശേഖരണവുമായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്ന ആ ഒരു ഭൂമിശാസ്ത്ര മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുന്നുകളാലും അതുപോലെ ചെരിവുകളാലും സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും കുന്നുകളായതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്തുമായിരിക്കും? വേട്ടയാടലും അതുപോലെ ഭക്ഷണം ശേഖരണവുമായി കാടുകളിൽ പോയിട്ട് സമൃദ്ധമായിട്ട് വേട്ടയാടുകയും അതുപോലെ ഭക്ഷണം, കായ്കനികൾ ശേഖരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. കുരുമുളക് കൃഷി ചെയ്യുന്ന പ്രദേശമാണ് കുറിഞ്ചി എന്ന് പല സാഹിത്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ തമിഴകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യങ്ങളിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായിട്ടാണ് കുറിഞ്ചിയെ കണക്കാക്കുന്നത്. എന്താണ് കാരണം? അതൊരു ഹില്ലി റീജിയൻ അല്ലേ? നമുക്കറിയാം കുരുമുളക് സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത് ഹില്ലി റീജിയൻസിലാണ്. ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് വെട്ടിച്ചുട്ട് കൃഷിയാണ്. വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടുകൾ വെട്ടിത്തെളിച്ച് അത് തീയിട്ട് ചുട്ട് അവിടെ കൃഷി ചെയ്യുന്നതിനെയാണ് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത്. കിഴങ്ങു വർഗ്ഗങ്ങൾ, കരിമ്പ്, കടല എന്നിവയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട കൃഷികൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾ കുറവർ, വേടർ, കനവർ എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകൾ അറിയപ്പെട്ടിരുന്നത് കുറവർ, വേടർ, കനവർ എന്നീ പേരുകളിലാണ്. വേട്ടക്കാരുടെ ദൈവമായിട്ടുള്ള ചേയോൻ അഥവാ മുരുകനെയാണ് ഈ വിഭാഗം ആളുകൾ ആരാധിച്ചിരുന്നത്. അതായത് കുറിഞ്ചിയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ദൈവമായി കണക്കാക്കിയിരുന്നത് വേട്ടക്കാരുടെ ദൈവമായിട്ടുള്ള ചേയോൻ അല്ലെങ്കിൽ മുരുകനെയാണ്. ഐന്തിണൈകളിൽ 2ാമത്തെ ഭൂമിശാസ്ത്ര മേഖല എന്ന് പറയുന്നത് മുല്ലയാണ്. തുറന്ന മേടുകളും മേച്ചിൽപ്പുറങ്ങളുമുള്ള അടിവാരങ്ങളാണ് മുല്ലൈ എന്ന് പറയുന്നത്. അതെന്താണ്? അപ്പോൾ മേച്ചിൽപ്പുറങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രാസി ലാൻഡ് ആണ് മുല്ലൈ എന്ന് പറയുന്നത്. ഇവിടെയും വെട്ടിച്ചുട്ട് കൃഷിയാണ് ചെയ്തിരുന്നത്. വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാടുകളും അതുപോലെ തന്നെ കുറ്റിക്കാടുകളും ഒക്കെ വെട്ടിത്തെളിച്ച് അവ തീയിട്ടതിന് ശേഷം അവിടെ കൃഷി ചെയ്യുന്നതിനെയാണ് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത്. വരക് എന്ന് പറയുന്ന ഒരു ധാന്യമായിരുന്നു ഇവര് പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയർ അഥവാ ഇടയർ ആയിരുന്നു ഈ സ്ഥലത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മൃഗപരിപാലനവും അതുപോലെ പുനം കൃഷിയുമായിരുന്നു. അപ്പൊ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഈ വിഭാഗം ആളുകളെ എന്ത് വിളിക്കുന്നത്? ഇടയർ അല്ലെങ്കിൽ ആയർ എന്നൊക്കെ വിളിക്കുന്നത്. മേയോൻ എന്ന ദൈവമായിരുന്നു ഇവരുടെ പ്രധാന മൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൃഗപരിപാലനം അല്ലെങ്കിൽ ഒരു ഇടയ ജീവിതമായിരുന്നു ഈ മുല്ലൈ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. ഇവര് മേച്ചിൽപ്പുറങ്ങളിലും അതുപോലെ തുറന്ന മേടുകളിലുമായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആയർ അല്ലെങ്കിൽ ഇടയർ എന്നായിരുന്നു ഈ സ്ഥലത്തെ ആളുകൾ അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ്? മൃഗപരിപാലനമാണ്. അതുകൊണ്ട് തന്നെ മേയോൻ എന്ന് പറയുന്ന ദൈവത്തെ ആയിരുന്നു ഈ വിഭാഗം ആളുകൾ ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ ഭൂമിശാസ്ത്ര മേഖലയാണ് മരുതം എന്ന് പറയുന്നത്. മറ്റു 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറിഞ്ചി പർവ്വത പ്രദേശവും അതുപോലെ മുല്ലൈ എന്താണ് ഗ്രാസി ലാൻഡ് അല്ലെങ്കിൽ മേച്ചിൽപ്പുറങ്ങളുമാണ്. മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള മരുതം എന്ന് പറയുന്നത്
എക്കൽ നിറഞ്ഞ വയൽ പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും എക്കൽ നിറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇവിടുത്തെ ആളുകൾ ഉഴവർ, തൊഴുവർ എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. നെല്ലും കരിമ്പുമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. യോദ്ധാക്കളുടെ ദൈവമായിട്ടുള്ള വെന്തനാണ് മരുതത്തിലെ ആളുകളുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ഭൂമിശാസ്ത്ര മേഖലയാണ് നെയ്തൽ. തീരപ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്നത്. ഈ തിണയിൽ പരതവർ, ഉമണർ തുടങ്ങിയ ആളുകളാണ് ജീവിച്ചിരുന്നത്. ഉമണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറുക്കുന്ന ആളുകളെയാണ് ഉമണർ എന്ന് പറയുന്നത്. നമുക്കറിയാം തീരപ്രദേശമായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും അതുപോലെ ഉപ്പ് നിർമ്മാണം, ഈ കടലിൽ നിന്നൊക്കെ മുത്തുവാരൽ തുടങ്ങിയ ഉപജീവന മാർഗങ്ങളിൽ അല്ലെങ്കിൽ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന വിഭാഗമാണ് നെയ്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓർത്തു വെക്കണം, നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. കടൽ ദൈവമായിട്ടുള്ള കടലോനാണ് നെയ്തലിലെ ആളുകൾ ആരാധിച്ചിരുന്ന മൂർത്തി എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ തിണൈ എന്ന് പറയുന്നത് പാലയാണ് അല്ലെങ്കിൽ പാല. കുറിഞ്ചി, മുല്ലൈ നിലങ്ങൾ വരണ്ട നിലങ്ങളിലേക്ക് മാറുന്ന സമയത്താണ് ഒരു താൽക്കാലിക സാഹചര്യം എന്ന നിലയിലാണ് പാലൈ ഉണ്ടാകുന്നത്. മറവർ, കനവർ, കള്ളർ എന്നീ കുലങ്ങളായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന ഉപജീവന മാർഗം മോഷണമാണ്. അപ്പോൾ കുറിഞ്ചി അതുപോലെ മുല്ലൈ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. ഒന്ന് പർവ്വത പ്രദേശവും അതുപോലെ മുല്ലൈ എന്താണ്, മേച്ചിൽപ്പുറങ്ങളുമാണ്. ഈ പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആളുകൾ എങ്ങോട്ട് പോകും? പാലൈ എന്ന് പറയുന്ന അടുത്തൊരു സ്ഥലത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലികമായിട്ടുള്ള സ്ഥലമാണ്. മറവർ, കനവർ, കള്ളർ എന്നീ കുലങ്ങളിലുള്ള ആളുകളാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മോഷണമായിരുന്നു. ഇന്നും നമുക്കറിയാം തമിഴ്നാടിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ ഈ ഒരു മോഷണം കുലത്തൊഴിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു പണ്ട് കാലത്ത് പാലൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുള്ള ആളുകൾ പിന്നീട് അവരുടെ കുലത്തൊഴിലായിട്ട് സ്വീകരിച്ചതുമായിട്ടുള്ളതുമാണ്. ഇവരുടെ ദേവി എന്ന് പറയുന്നത് യുദ്ധദേവിയായിട്ടുള്ള കൊറ്റവയായിരുന്നു ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ദക്ഷിണേന്ത്യൻ സമൂഹം പരിണമിക്കുന്നതിന് മുമ്പ് ആ ഒരു പ്രദേശം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അവിടുത്തെ ആളുകൾ ഏത് തരത്തിലായിരുന്നു ജീവിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിണൈകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിണൈകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ ഇവയാണ് തിണൈകൾ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളുമാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.